റോഡിലിരുന്ന് മദ്യപിച്ചാൽ എന്താണ് തെറ്റ്? പലരുടെയും സംശയമാണ്. നമ്മുടെ സ്വന്തം വാഹനമല്ലേ, ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. നിയമം എന്താണ് പറയുന്നത്? നോക്കാം. നോട്ട് ദ ലോ പോയിന്റ്. ബ്രീത്ത് അനലൈസറുമായി വഴിയരികിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പോലീസുകാർ. അവരെ ഭയന്ന് മദ്യപാന സദസ്സുകളിൽ ഒരു ചോദ്യം വരും: ആരാ വണ്ടി ഓടിക്കുന്നത്? തീരുമാനമായാൽ ഒരാൾ മാത്രം മാറി നിൽക്കും, മദ്യപിക്കില്ല. പലരുടെയും ധാരണ വാഹനം ഓടിക്കുന്നയാൾ മദ്യപിച്ചാൽ മാത്രമേ കുറ്റമാകൂ എന്നാണ്. അതുകൊണ്ട് വാഹനം ഓടുമ്പോഴും ബാക്കിയുള്ളവർ മദ്യപാനം തുടരും. ഇങ്ങനെ ചെയ്യുന്നത് തെറ്റല്ലേ? നിയമം പറയുന്നത് എന്താണ്? ഡ്രൈവർ മദ്യപിച്ചാലും ഒപ്പമുള്ള യാത്രക്കാർ മദ്യപിച്ചാലും അത് കടുത്ത നിയമലംഘനമാണ്. കാരണം കൂടി പറയാം. പൊതു റോഡിലൂടെ ഓടുന്നതോ അല്ലെങ്കിൽ റോഡരികിൽ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നതോ ആയ വാഹനം ഒരു പൊതുസ്ഥലമായി, അതായത് പബ്ലിക് പ്ലേസ് ആയാണ് കണക്കാക്കുക. കേരള അബ്കാരി നിയമപ്രകാരം കേരളത്തിൽ പൊതുസ്ഥലങ്ങളിൽ ഇരുന്ന് മദ്യപിക്കുന്നത് നിയമവിരുദ്ധമാണ്. അതിനാൽ വാഹനത്തിനുള്ളിലിരുന്ന് യാത്രക്കാർ മദ്യപിച്ചാൽ അബ്കാരി നിയമപ്രകാരവും പൊതുസ്ഥലത്ത് ശല്യമുണ്ടാക്കിയതിനും പോലീസ് കേസെടുക്കും. വണ്ടിയിലിരുന്ന് മദ്യപിച്ചവർക്ക് മാത്രമല്ല, ഡ്രൈവർക്കും പണി കിട്ടും. എന്താണല്ലേ? വണ്ടിയിലുള്ളവർ മദ്യപിക്കുന്നത് തടയാതിരുന്നതിനും അശ്രദ്ധമായി വാഹനം കൈകാര്യം ചെയ്യാൻ അനുവാദം നൽകിയതിനും ഡ്രൈവർക്കെതിരെയും മോട്ടോർ വാഹന വകുപ്പിന് നടപടിയെടുക്കാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ എൻജിൻ ഓഫ് ചെയ്ത് റോഡരികിൽ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടിയിലിരുന്ന് മദ്യപിക്കാമല്ലോ എന്നൊരു ചോദ്യം കൂടി വരും. അതും പറ്റില്ല. പൊതു റോഡിൽ കിടക്കുന്ന വാഹനം പൊതുസ്ഥലത്തിന്റെ പരിധിയിൽ വരും. അതിനാൽ റോഡരികിൽ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടിയിലിരുന്ന് മദ്യപിച്ചാലും പോലീസിന് കേസെടുക്കാം. മദ്യപിക്കുന്നവർ കുടുങ്ങുകയും ചെയ്യും. നിയമം ഇതാണ്, ഓർത്തുവയ്ക്കുക.